ഇന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ബെഡായി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മൊത്തത്തിലൊന്ന് ഫ്രീ ആണ് കേട്ടോ. ഇന്നലെ എന്തോ നീനൂട്ടിൻ്റെ കയ്യുമ്മിൽ ചെറുതായിട്ടൊന്നൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതുപോലെ നോക്കിയിരിക്കുകയാണ് ഓള്. അപ്പുറം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഇതുമ്മ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇതുമ്മൊരു മദ്രസില്ല, സ്കൂളില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇന്ന് സ്കൂളില്ല, ശനിയാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും നല്ല മൊത്തത്തിലൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതും കുടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നീനൊന്ന് പോകുമായതുകൊണ്ട് ഓക്കുള്ള സംഗതികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാണ്. ഉള്ള ഗുളികയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്രോണി ഞാനിവിടെ മഞ്ഞളും ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ വേഗം ഉള്ളിയൊക്കെ എറിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ സമയം നീനൂട്ടി റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി. പക്ഷേ 10 മണിക്ക് മുടി വാരാൻ തുടങ്ങും. എന്നാലും ഇവിടുന്ന് 12 മണിക്കെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഒക്കെ കുറേ നേരം മുടിമേൽ ഇങ്ങനെ കളിക്കേണ്ടി വരും. കാരണം കെട്ടിയത് കഴിച്ച് വെക്കുക, അയച്ചിട്ട് പിന്നെ ഒന്നും കൂടി കെട്ടുക. റെഡി ആയില്ലല്ലേ, അവിടെ റെഡി ആയില്ലല്ലോ, ഇവിടെ റെഡി ആയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അയച്ചിട്ടും കെട്ടിയിട്ട് കുറേ സമയം പോകും. കാര്യമായിട്ട് മുടിമേൽ തന്നെയാണുള്ള സമയം പോവാറ് കേട്ടോ. അതുകൊണ്ട് എന്താ കണ്ണാടിൻ്റെ മുന്നിൽ ഒരു കസാല കിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം എണീറ്റിരുന്ന് മുടി വാരും, എണീറ്റ് നിന്ന് മുടി വാരും, പിന്നെ കുറച്ച് നേരം കാല് കടിയുമ്പോൾ ഇരുന്ന് മുടി വാരും. ഇങ്ങനെയാണുള്ളൊരു പ്രത്യേക ഒരു ടൈം ടേബിൾ. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്തെ മുക്കനിടാനായിരുന്നു ഈ ഒരു സമയം. ഇപ്പോൾ മുടി വാരാനും മുടി കെട്ടാനാണ് കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മഫ്ത കുത്താനായിരുന്നു കേട്ടോ. മൊക്കന എന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. മഫ്ത കുത്താനായിരുന്നു. അവളെ യൂണിഫോമിൽ മഫ്ത നിർബന്ധമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതുമൊക്കെ ഇടാണ്ടില്ലേ, അങ്ങനത്തെ മഫ്ത തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുത്തി റെഡി ആക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അതിലേക്കാണ് ഓക്കുള്ളതിനേക്കാണ് ബുദ്ധിമുട്ട് എനിക്കായിരുന്നു. കാരണം ആ മഫ്ത ഇസ്തിരി ഇട്ടിട്ട് എന്താ പറയുക, നല്ല ആ ഒരു നേരെ നിൽക്കുന്ന രീതിയിൽ അയൺ ചെയ്യണം. അതൊരു പ്രത്യേക ഒരു വെപ്പാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയി അയൺ ചെയ്യണം. അങ്ങനെ ആ ഒരു വൃത്തിയിൽ നിന്നില്ലെങ്കിൽ നീനുട്ടിക്ക് ഭയങ്കര ഉത്സവമാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മോളൂനും ഇതുമൂനൊന്നും അങ്ങനെ ഇസ്തിരി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്കൂൾക്ക് പോകാൻ. പക്ഷേ നീനുട്ടിക്ക് കറണ്ട് പോയാൽ ഞാൻ പെടും കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് പാത്രം ചൂടാക്കി വരെ ഓളെ യൂണിഫോം ഞാൻ ഇസ്തിരി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വേഗം എന്താ പറയുക ഓക്ക് പോകാനുള്ളത് തലേന്ന് തന്നെ വേഗം ഇസ്തിരി ഇട്ട് വെക്കുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയാൽ പിന്നെ ഞാൻ തന്നെ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങോട്ടും ഓടി മക്രോണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ അരിഞ്ഞവിടെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, ഒരു 2 ദിവസം മുമ്പ് വാങ്ങിയ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അത് ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ബീഫ് ഇടുമ്പോൾ മക്രോണിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വെച്ചു. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. അങ്ങനെ ഉള്ളി വാടുന്ന സമയം അതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് അതിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടത് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കി വെക്കണം, നോമ്പൊക്കെ അല്ലേ, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നോമ്പിൻ്റെ ഒക്കെ ഓരോ വീഡിയോ കണ്ടു, എല്ലാം കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം അത് ഉണ്ടാക്കിയിട്ട് നല്ല ക്യൂബ് പോലെ കട്ട് ചെയ്ത് ഒരു കവറിലൊക്കെ ആക്കി വെക്കുന്നതും അൾക്കിലൊക്കെ ആക്കി വെക്കണൊക്കെ വീഡിയോസ് ഇങ്ങനെയാണ് കണ്ടു കേട്ടോ, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ. പക്ഷേ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കലൊന്നുമില്ല, ഒരു പ്രത്യേക ഭംഗി തോന്നി. ഇങ്ങനെ ഇതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ കുറച്ച് ചതച്ച് വെക്കും ഒരാഴ്ചക്കൊക്കെ. പിന്നെ ഒന്നാമെന്താ വെച്ചാൽ നമുക്ക് കറണ്ട് പോവോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ രാവിലെയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ട് പോയാൽ പിന്നെ പെട്ടില്ലേ. അപ്പോൾ ഞാനത് മാക്സിമം ഒരാഴ്ചക്കൊക്കെയുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ ചിലരൊക്കെ തേങ്ങ വറുത്ത് വെച്ചതും അങ്ങനെയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കണ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പൊക്കെ ഇങ്ങനെ ചെയ്യലാണ്. പിന്നെ ഓരോ ജോലിക്കൊക്കെ പോകണമല്ലുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം രാവിലെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുന്നവർക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച റമദാന് വൈകുന്നേരം ആണല്ലോ ഫുഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് എനിക്ക് അങ്ങനെ തോന്നി.
എന്തായാലും ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടു, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിതാ അവിടെ ബീഫൊക്കെ ഇട്ടിട്ട് മക്രോണി അങ്ങനെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത്, ചിക്കൻ മസാലപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട ഒന്ന് ചിക്കിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ അതിങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തത്. ബീഫിൽ ഓൾറെഡി മസാലയും ഉപ്പൊക്കെ ഉണ്ടാവില്ല, നമ്മൾ വെച്ച് തിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ വെച്ചതാണ്, അതുകൊണ്ട് അതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഒന്ന് ചീസ് വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ചീസ് സ്ലൈസ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ എന്തായാലും വെച്ച് നോക്കാമെന്ന് കരുതി 2 ചീസ് ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കണുള്ളൂ നമ്മൾ മക്രോണി. അപ്പോൾ കുറച്ച് ഒരു 2 ചീസ് വെച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചു കേട്ടോ. പിന്നെ തീ കുറച്ചും വെച്ചേ, എന്നിട്ട് അത് ഒരു പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് തീ ഓഫാക്കി പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് അങ്ങോട്ട് മിക്സാക്കി, അപ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെ വന്നു കേട്ടോ. നല്ല ഒരു ഫ്ലേവർ, നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഇതുമൂന്ന് ചീസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓൾ അടുത്തുണ്ട് ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ. അങ്ങനെ ഓക്കതാ ആദ്യം തന്നെ ഓക്കാട്ടോ വിളമ്പിയത്, ആ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഓൾതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വിളമ്പി, പിന്നെ അതാ എൻ്റെ ഹസ്ബൻഡിനും വിളമ്പി, പിന്നെ ഓൾറെഡി പിന്നെ നീനുട്ടിക്കും വിളമ്പി കേട്ടോ. അപ്പോൾ നീനുട്ടിക്ക് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നോക്കി ഇനി പോവല്ലേ, ഇപ്പോൾ അടുത്ത ഞായറാഴ്ച അങ്ങനെ എന്തോ ആണ് ലീവ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, മുട്ട എന്നും ഇനിയിപ്പോൾ അവിടെ പോയി അധികം കിട്ടില്ല, അവിടെ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കിട്ടുള്ളൂ. അതെന്നെ ഓക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ മുട്ടയും പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി. ഇതും അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് തന്നെ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മേശപ്പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീനും ഇതിനെ മണമൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ഞാൻ മാറ്റം കൊടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വന്നൊരു സ്പൂണൊന്ന് കഴിച്ച് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും കളിയാക്കാണ്. പിന്നെ അപ്പോൾ അതെന്തേ ഇമ്മച്ചി വാരി തരണ്ടേ എന്നൊക്കെ ചോദിച്ചു ഇതും കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കാണെങ്കിൽ ആ ടേസ്റ്റ് നല്ല ഇഷ്ടമായപ്പം ഇത് നീനുട്ടി അതാ പിന്നെ അതിൽ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും മുട്ട ഞാൻ പൊരിക്കുന്ന സമയം കൊണ്ട് ഈ കഴിച്ചോ. പിന്നെ അവസാനം ഓൾ തന്നെ അങ്ങോട്ട് പിന്നെ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഓൾ ഇന്നലെ 2-3 ദിവസം മുമ്പേ പറയുന്നുണ്ട്, വന്ന പാടെ പറയുന്നുണ്ട്, ഇമ്മച്ചി യോഗേട്ട് എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നല്ലതാണ്. അപ്പോൾ ഓളെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത്ര പിന്നെ യോഗേട്ട് എന്താ പറയുക കഴിച്ചാൽ വണ്ണം കൂടും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, യോഗേട്ട് കഴിച്ചാൽ വണ്ണം കൂടുതൽ, കീറ്റോ ഡയറ്റിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കഴിച്ചാൽ വണ്ണം കൂടൂല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉള്ളത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല, ഒന്ന് വാങ്ങിച്ച് തരുമോ, ഒന്ന് കഴിച്ചോക്കട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഉളപ്പച്ചിൻ്റെ പിന്നാലെ കൂടിയിട്ട് സ്വൈര്യം കൊടുക്കാതെ ആ യോഗട്ട് വാങ്ങി കൊണ്ടിട്ടുണ്ടോ. അത് വാങ്ങി തുറന്നൊക്കെ പോക്ക് അതിൻ്റെ മണം തീരെ പറ്റില്ല. വായിക്ക് അങ്ങോട്ട് വെച്ചിട്ട് നോക്ക്, വായിക്ക് വെക്കാനേ നോക്ക് പറ്റണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാംഗോ ഫ്ലേവറിൽ യോഗട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ ഇഷ്ടമായി. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാണ്ടോ ഇതോട് വായിൽ വെച്ചിട്ട് നോക്കി ഛർദ്ദിക്കാൻ വരിക. അതായത് വെള്ള കളറിലുള്ള ഒരു ഫ്ലേവറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ. പിന്നെ എന്താ ഈ ഒരു മാംഗോ ഫ്ലേവറിൽ വരുന്ന യോഗട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും പൊതുവേ യോഗട്ട് വലിയ താല്പര്യമില്ല. ഞാൻ കീറ്റോ ഡയറ്റിലൊക്കെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു വലിയൊരു ടിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പുളിയില്ല, ഉപ്പുമില്ല, ഒരു ടേസ്റ്റ് കുറവൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞാൻ അത് വാങ്ങാറില്ല. പിന്നെ ഇങ്ങനെ ഫ്ലേവറിലൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ, സ്ട്രോബെറിൻ്റെ ഫ്ലേവർ, മാംഗോ ഫ്ലേവറൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചു നോക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ ഐറൂസിനെ ഇങ്ങനെ ഓർത്തു കേട്ടോ, ഓന് വരുമ്പോൾ വാങ്ങണം, നമുക്ക് ഐസ്ക്രീമൊക്കെ തിന്നണം, ഓന് ഐസ്ക്രീമൊക്കെ ഇഷ്ടമാവും. ഇതാകുമ്പോൾ കേടില്ലല്ലോ, നമുക്ക് ഐറൂനെ വാങ്ങി കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് ഇത് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നീനുട്ടി അത് ഇരുന്ന് ഒറ്റടിക്ക് ആ യോഗട്ട് കഴിച്ചു. ഇതുമൂന്നും കൊടുത്തു കേട്ടോ. ഇതുമൂന്നും മറ്റേ യോഗട്ട് തീരെ ഇഷ്ടമായില്ല. എന്തായാലും അതൊക്കെ കഴിച്ച് പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള സമയത്ത് കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ കോഫി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ബട്ടർ കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് പോവല്ലേ എന്ന് കരുതി കുറച്ച് കൂടുതൽ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ ലേശ കോഫി ഉണ്ടാക്കി കൊടുത്തതിന് ബാക്കി ഞാനാട്ടോ കുടിച്ചത്. അവൾ മുഴുവനാക്കിയില്ല. അവൾക്ക് ടെൻഷൻ കയറി പോകാനാകുമ്പോൾ പിന്നെ ടെൻഷൻ കയറലാണല്ലേ. അപ്പോൾ എന്തായാലും ഇതാ എല്ലാ സാധനങ്ങളും ഒരുവിധം പിന്നെ എല്ലാം എടുത്തുക്കണോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മറക്കല്ലേട്ടോ, എല്ലാ സാധനങ്ങളും എടുത്തുണോ നോക്കുന്നിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്.
ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ചാർജറും മോളെ പിന്നെ എന്താ പറയുക ഫോണ് ഒക്കെ ഇങ്ങനെ ഞാൻ പോയി നോക്കി. പിന്നെ ഓള് പിന്നെ ക്ലിപ്പുകൾ മുടിമുകുത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇത് പ്രാവശ്യം വന്നപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തീരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബാഗ് ഇത്ര വലിപ്പട്ടോ. അപ്പോൾ അതും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതാ എല്ലാം അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ഗുളിക അങ്ങനെ എന്താ പനിക്കുള്ള ഗുളിക, ഗ്യാസിൻ്റെ ഗുളിക, അങ്ങനെ കുറച്ച് ഗുളിക കൊണ്ടുപോകും കേട്ടോ. പെട്ടെന്നൊക്കെ രാത്രി ഗ്യാസ് കയറുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. കാരണം ഈ ഫുഡ് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഗ്യാസിൻ്റെ ഗുളികയും ജലൂസിലാണ് കൊണ്ടുപോലോ 1-2 കഴിച്ചാൽ പെട്ടെന്ന് മാറുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ പാക്ക് ചെയ്തു സെറ്റായി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ നമുക്ക് ആ സമയം എത്ര ഓർമ്മ വരുമല്ലോ, ഓർമ്മ ഇല്ലാത്തത് എപ്പോഴും ഓർമ്മ ആവില്ലല്ലോ. അങ്ങനെ അതാ നല്ലൊരു ഉമ്മയൊക്കെ നിന്ന് ഓളെ പോയിട്ട് ഞാനും ഇതുമുവാടെ പിന്നെ ഒന്ന് അകത്തേക്ക് ഇങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. അപ്പോഴുണ്ട് നീനൂട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉമ്മച്ചിയെ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നിട്ടുണ്ട്, ഹെഡ്സെറ്റ് ചാർജ് കുത്തി വെച്ചേക്കുന്നു, അപ്പോൾ അത് മറന്നു, ഒന്ന് ഇതുമുൻ്റെ കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഓൾ അത് എടുത്തതാ ഓടിപ്പോയപ്പോക്കിനും ഇങ്ങോട്ട് തന്നെ ഓലി വണ്ടിമേൽ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും മറന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞപ്പോക്കിന് ഓർമ്മ വന്നു. അതുകൊണ്ട് പിന്നെ വേഗം ഇങ്ങോട്ട് തന്നെ പോന്നിട്ട് ഇതാ ഹെഡ്സെറ്റ് അത് ഇതുമ്മനോട് വാങ്ങിയിട്ട് ഓല് തിരിച്ചു പോയിട്ടോ. അങ്ങനെ ഒരു വട്ടം കൂടി മടങ്ങി വരേണ്ടി വന്നു. ഇതുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴേക്കും ഓല് ഇങ്ങോട്ട് വന്ന് പിന്നെ അതാ ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ നേരെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു ചായ കുടിക്കട്ടെ. ഞാനൊന്നും കുടിച്ചിട്ടില്ല. നീനൂട്ടിൻ്റെ ബാക്കി കോഫി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചായ കുടിച്ചു. കിച്ചണിക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കിൻ്റെ ഹസ്ബൻഡ് ഇതാ ഓളെ കൊണ്ടാക്കി നീനൂട്ടിനെ കൊണ്ടാക്കി വന്നേ. അപ്പോൾ ഇന്നിങ്ങനെ ആ ഒരു തിരിച്ചു മടങ്ങി വന്ന് തിരിച്ചു പോയതുകൊണ്ട് ബസ് സീറ്റ് കിട്ടിയില്ല. ഒക്കെ ആ അരൂല് കിട്ടണം കേട്ടോ സീറ്റ്. അതിലിട്ടാലൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ആ സീറ്റ് കിട്ടിയില്ല. ഓള് വക്കത്താണ്, എന്നാലും സീറ്റ് ഉണ്ട് കാരണം. അപ്പോൾ എന്തായാലും ഓള് പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഓള് പോകണ വരെ ഞാൻ പിന്നെ കിച്ചണിക്ക് വരില്ല കേട്ടോ. ഓരോന്ന് വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ അവിടെ നിൽക്കും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ പണി. അപ്പോൾ ഞാൻ ഓളെ തന്നെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കലാണ്. അതുകൊണ്ടാണ് പിന്നെ ഇത്രയും പാത്രങ്ങൾ മോറാനായത്. എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം കഴുകാനുള്ളതൊക്കെ വേഗം സിങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ എന്താണ് തുടച്ച് വെച്ചാൽ പാത്രം കഴുകി കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലായിടത്തും വൃത്തിയായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ ഒരു പ്രത്യേക സമാധാനം. അപ്പോൾ അതൊക്കെ ഒന്നും അവിടെ കൊതുക്കി വെച്ച് എല്ലാം കൂടി സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും അത് മോറി വെച്ച് പിന്നെ ഉച്ചക്കൊക്കെ കുറച്ച് മക്രോണി ഉണ്ട്. പിന്നെ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ അത് മുളകിടാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാക്ക് ചപ്പാത്തി ഉണ്ടല്ലോ മുഴുവൻ കുക്ക് ചെയ്യാത്ത. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അധികം വെച്ചേക്കണ്ട, കാരണം അത് ഡേറ്റ് ഉണ്ടല്ലോ. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് വേഗം എടുത്ത് ഉപയോഗിച്ചാളാം. അത് ഉച്ചക്കൊക്കെ അത് മതി. പിന്നെ രാത്രി വേണേൽ എന്തെങ്കിലും മുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 5-6 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അത് മതിയല്ലോ എന്ന് കരുതി എന്തായാലും ഞാൻ ആ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെച്ചതിന് ശേഷം ആ ചിക്കന് ഒന്ന് കഴുകി വെക്കട്ടെ. ഫ്രീസറിലായിരുന്നു, വെള്ളത്തിലിട്ടിട്ട് കുറേ നേരമായി. പക്ഷെ അതൊന്നും അങ്ങോട്ട് അലിഞ്ഞിട്ടില്ല. ഒക്കെ പിന്നെ ഭയങ്കര കുറച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ട് കഴുകി വെച്ച ചിക്കനാട്ടോ ഞാൻ ആദ്യം നമ്മൾ കൊണ്ടുവന്ന പാടേനോ കഴുകി വെച്ചിട്ടാണ് ഞാൻ ഫ്രീസർക്ക് വെക്കാറുള്ളത്. അതുകൊണ്ട് പിന്നെ ബ്ലഡിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും ഒന്നും കൂടി കഴുകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കട്ടെ. അപ്പോൾ പിന്നെ അതൊന്നും കൂടി ഫ്രീ ആയിക്കോളും, റെഡി ആയിക്കോളും കരുതി വേഗം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പിന്നെ വെളുത്തുള്ളി ചീരുള്ളി ചതക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ് ചതക്കി വെക്കണത്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചപ്പാത്തിക്ക് കറിയാണല്ലോ. പിന്നെ ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് അത് പിന്നെ എന്താ ചപ്പാത്തി മതി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ യോഗട്ട് ഉണ്ടല്ലോ. അത് നീനുട്ടിയും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, ഇതും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് പറ്റിയില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ പറഞ്ഞു എനിക്ക് ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാനാണ് യോഗ. അപ്പോൾ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇതാ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. ആ സമയം ഇതും പിന്നാലെ കൂടിയിട്ടോളം നൂലിലോളം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ എന്തായാലും പറയൽ കോശം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നൂല് വാങ്ങുന്നൊരു പണിയാണ്. എൻ്റെ റബ്ബേ എത്ര കെട്ട് നൂലാണോ വാങ്ങാറ്.
വാങ്ങും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ നൂല് കഴിഞ്ഞിട്ട് ഓക്ക് നിൽക്കാൻ സ്വൈര്യം തരില്ല. ഇമ്മച്ചി ഞാനൊന്ന് വാങ്ങാൻ പോട്ടെ, അപ്പോൾ സമയം 12 മണി 1 മണി ആ ടൈമല്ലേ, എന്താണ് വെയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞോളൂടെ കുടയും കൊണ്ട് പോവുകയാണെങ്കിൽ പോയി വാങ്ങിക്കൊന്നും പറഞ്ഞു പൈസ കൊടുത്ത് പോവാണ് കേട്ടോള്. കുടയൊക്കെ ചൂടി പോകുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല. കടയൊക്കെ ഉച്ചയായപ്പം പള്ളിൻ്റെ നേരമായപ്പോൾ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഓള് പോയി എത്രയോ പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം നോക്കി പോയിട്ട് പിന്നെ അവസാനം വൈകുന്നേരം ആട്ടോക്ക് കിട്ടിയത്. എന്തായാലും ഞാൻ വേഗത നല്ല ഒരു തിക്കായിട്ടുള്ള ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി, ചപ്പാത്തിക്കല്ലേ അപ്പോൾ അധികം വെള്ളം പോലെ വേണ്ടല്ലോ, ഒന്ന് കുറുന്നനായിട്ട് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ചപ്പാത്തി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും മാഗി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും ഉച്ചയ്ക്ക് ഈ ചപ്പാത്തി പിന്നെ ബാക്കിയുള്ള നമ്മളെ കുറച്ച് ഇതുണ്ട്, എന്താ പറയുക, മക്രോണി രാവിലെ ഉണ്ടാക്കിയ മക്രോണി ഉണ്ട്, അത് കൂട്ടിയിട്ട് കൈക്ക് വൈകുന്നേരം ഉണ്ടാക്കി തരാം. പിന്നെ മക്രോണി എന്നൊക്കെ അല്ല നമ്മുടെ മാഗി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചപ്പാത്തി ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാം കൂടെ എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ മൂപ്പര് പള്ളിക്കെന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു 1:15 ആയപ്പോൾ നീനൂട്ടി അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഞാൻ പിന്നെ ചപ്പാത്തി ഒന്നും കഴിക്കാൻ വന്നില്ല, മുട്ടയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നമ്മൾ വെയിറ്റ് നോക്കി കൂടെ ചോദിച്ചിട്ട് സൗമ്യക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ കമൻറ്റ് വരുന്നതിന് മുന്നേ ഈ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ നാളെ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട്